പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ വാഴ്ത്തുന്നു. ഈ സ്ഥലം എങ്ങനെയുണ്ട്? നന്നായിട്ടില്ലേ? വളരെ ഭംഗിയുള്ള സ്ഥലങ്ങൾ. ഇതെവിടെയാണെന്ന് വിചാരിക്കുകയാണോ? ഞാൻ പറഞ്ഞിരുന്നില്ലേ? മൂന്നാർ എന്ന സ്ഥലം, കേരള സംസ്ഥാനത്തിലുള്ള മൂന്നാർ. ഇതൊരു നല്ല എസ്റ്റേറ്റാണ്. വളരെ ഭംഗിയുള്ള മലനിരകളും വളരെ ഭംഗിയുള്ള ചായത്തോട്ടങ്ങളും ഇവിടെയുണ്ട്. കാഴ്ചയ്ക്ക് പശുമയായിരിക്കുന്നു, മനസ്സിന് കുളിർമ തോന്നുന്നു. ദൈവത്തിന്റെ സൃഷ്ടി കാണാനേ നല്ല ഭംഗിയാണ്. നിങ്ങളും ഇതുപോലെയുള്ള സ്ഥലങ്ങൾ വന്ന് കാണണം. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ലീവുള്ളപ്പോൾ നിങ്ങളുടെ കുടുംബത്തെയും കൂട്ടിക്കൊണ്ടുവരണം. 2-3 ദിവസം താമസിച്ച് മക്കൾക്ക് ഈ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണം. അതുപോലെ ഈ സ്ഥലങ്ങൾ കാണുമ്പോൾ ദൈവത്തിന്റെ മഹത്വത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ദൈവത്തെ സ്തുതിക്കാനും സാധിക്കും. മനസ്സിലായോ? ശരി, ഇനി ദൈവം എനിക്ക് തന്നിരിക്കുന്ന വചനം എന്താണെന്ന് ചോദിക്കുകയാണോ? സഭാപ്രസംഗി 5-ാം അധ്യായം 7-ാം വാക്യം. നീയോ ദൈവത്തെ ഭയപ്പെടുക. ദൈവം നിങ്ങളെ നോക്കി പറയുന്നു, മകനേ, മകളെ, ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവമാണ്. ഞാനാണ് നിന്നെ സൃഷ്ടിച്ച് ഈ ലോകത്തിലാക്കിയിരിക്കുന്നത്. ഞാൻ സകലവും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നീ എന്നെ ഭയപ്പെടുന്നുണ്ടോ എന്ന് ദൈവം ചോദിക്കുന്നു. നീ ദൈവത്തെ ഭയപ്പെടണം. ഇപ്പോൾ മനുഷ്യർക്ക് പലതരത്തിലുള്ള ഭയമുണ്ട്. ചെറിയ കുട്ടികളെ കണ്ടിട്ടില്ലേ? ചിലർക്ക് അച്ഛനെ പേടിയാണ്, ചിലർക്ക് അമ്മയെ പേടിയാണ്, ഗുണദോഷിക്കുമെന്ന പേടി. മറ്റു ചിലർക്ക് ടീച്ചർമാരെ പേടിയാണ്. ചിലർക്ക് ചിലരെക്കുറിച്ചുള്ള ഭയം, ചിലർക്ക് ആരെക്കുറിച്ചും പേടിയുണ്ടാവില്ല. പക്ഷേ എന്തിനെക്കുറിച്ച് ഭയമുണ്ടായാലും ഇല്ലെങ്കിലും ദൈവഭയം നമുക്കുണ്ടാകണം. ഇയ്യോബിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നു, ദൈവം സാക്ഷ്യം പറയുന്നു, അയാൾ ദൈവത്തെ ഭയപ്പെട്ട് ദോഷത്തിൽ നിന്നും മാറിയിരിക്കുന്നു. നമുക്ക് ദൈവഭയമുണ്ടെങ്കിൽ നാം പാപത്തിൽ നിന്നും അകന്ന് ജീവിക്കും. അതുകൊണ്ട് ദൈവഭയമാണ് മനുഷ്യന് സർവപ്രധാനം എന്ന് ദൈവവചനം പറയുന്നു. ദൈവഭയം മനസ്സിനകത്തുണ്ടോ? ഇപ്പോൾ ദൈവഭയമേ ഇല്ല, ഭക്തിയുണ്ട്. പലരും ഭക്തിയോടുകൂടി കാലിൽ ചെരുപ്പ് പോലും ഇടാതെ നടക്കുന്നു. ദൈവത്തെ അന്വേഷിച്ച് എന്തുമാത്രം കഷ്ടപ്പെടുന്നു. ഭക്തി കൊണ്ട് ത്യാഗം ചെയ്ത് ദൈവത്തെ അന്വേഷിക്കുന്നു. ക്രിസ്ത്യാനികളും ചർച്ചിൽ പോകുന്നു. പലതരത്തിലുമുള്ള ഭക്തിയുണ്ട്. ഭക്തി കൊണ്ട് നമുക്ക് പലവിധ അനുഗ്രഹങ്ങളെ കാണാൻ സാധിക്കും. ഭക്തി അത്യാവശ്യമാണ്. അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ദൈവഭയം. ദൈവത്തോട് നിങ്ങൾക്ക് ഭയമുണ്ടോ? ഭക്തിയുള്ള ഒരുപാട് പേര് കുടിക്കുന്നു, വഞ്ചിക്കുന്നു, കൈക്കൂലി വാങ്ങിക്കുന്നു, അഴിമതി കാണിക്കുന്നു. പക്ഷെ ഭക്തിയുണ്ട്. ഭക്തിയോടെ ദൈവത്തെ ആരാധിക്കും, ഭക്തിയോടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കും. എന്നാൽ എല്ലാ കള്ളത്തരവും ചെയ്യുകയും ചെയ്യും. പിന്നെ ഭക്തി കൊണ്ട് എന്താണ് പ്രയോജനമുള്ളത്? ദൈവഭയം ഉണ്ടെങ്കിൽ കൈക്കൂലി വാങ്ങരുത്, അഴിമതി കാണിക്കുവാൻ പാടില്ല, മറ്റുള്ളവരെപ്പറ്റി സംസാരിക്കരുത്. ദൈവമെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. മറ്റുള്ളവരെപ്പറ്റി സംസാരിക്കരുത്, കുറ്റം പറയരുത്, മറ്റുള്ളവരെ ബാധിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യരുത്. അപ്പോഴാണ് ഭയമുണ്ടാവുക. നമ്മുടെ ജീവിതം ശുദ്ധമായിരിക്കും. അതുകൊണ്ടാണ് ദൈവത്തെ ഭയപ്പെടണമെന്ന് പറയുന്നത്. കർത്താവിനോട് മനസ്സിനകത്ത് ഭയമുണ്ടോ? കർത്താവിനെക്കുറിച്ച് എപ്പോഴും ഞാൻ ഭയപ്പെടണം, എന്നിട്ട് ദോഷങ്ങൾ വിട്ടകന്ന് വിശുദ്ധിയോടെ ജീവിക്കണം എന്ന് പറയൂ. അവരാണ് ആശീർവദിക്കപ്പെട്ടവർ. അവർക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനാവൂ. എന്നാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തെ നോക്കി പറയൂ, ദൈവമേ, എനിക്കെപ്പോഴും അങ്ങയെക്കുറിച്ച് ഭയമുണ്ടാവണം. ഞാൻ അങ്ങയെ ഭയപ്പെട്ട് പരിശുദ്ധിയോടെ ജീവിക്കണം, നീതിയോടെ ജീവിക്കണം. അതിനെന്നെ ഞാൻ സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ